ലീഗിലെ ബിരിയാണിക്കുട്ടിയുടെ ഒരു ഭാഗ്യമേ ദേ ഇന്നിപ്പോ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന വാർത്തയാണ്. ഇന്ത്യ സഖ്യം അധികാരത്തിൽ വന്നാൽ കുഞ്ഞാലിക്കുട്ടി രാജ്യസഭയിലേക്ക്. ബിരിയാണിക്കുട്ടി നേരത്തെ ലോക്സഭയിൽ പോയിട്ട് മുത്തലാഖ് വിഷയം സഭയിൽ ചർച്ചയായ സന്ദർഭത്തിൽ നേരെ ബിരിയാണി കഴിക്കാൻ വേണ്ടി കല്യാണത്തിന് പോയ അതേ വ്യക്തി മുസ്ലിം വിഷയവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പൗരത്വവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലെ ചർച്ചകളിലൊന്നും പങ്കെടുക്കാതെ അവിടെ ഗംഭീരമായി മോദി തള്ളുകൾ ആസ്വദിച്ച് തത്തങ്ങ പത്തങ്ങ എന്നുള്ള പ്രസംഗമൊക്കെ നടത്തി ഒടുവിൽ കേരളത്തിലേക്ക് മടങ്ങിയെത്തി. 2021 കേരളത്തിൽ UDF അധികാരത്തിലേറാൻ പോകുന്നുവെന്ന് ചില സർവേ റിപ്പോർട്ടുകൾ പുറത്തു വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ മന്ത്രിയാകാമെന്നുള്ള പ്രതീക്ഷയിൽ വന്നത്. അതും തേഞ്ഞു. ഇനിയിപ്പോ ഇവിടെ മന്ത്രിയാവണമെങ്കിൽ ഇനിയും 2 വർഷം കാത്തിരിക്കണം. പിന്നെന്ത് ചെയ്യണം? ബിരിയാണിക്കുട്ടി ആലോചിച്ചപ്പോ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുമെന്ന് ഇപ്പോ കുറേയേറെ മാധ്യമങ്ങളും ഒപ്പം സർവേ ഫലങ്ങളും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അത് മുൻനിർത്തിയാണ് ഉള്ളിൽ വീണ്ടും ലഡ്ഡു പൊട്ടിയത്. നേരെ രാജ്യസഭയിലേക്ക് പോയാൽ ഇന്ത്യ മുന്നണിയുടെ വിദേശകാര്യ മന്ത്രിയോ വ്യവസായ മന്ത്രിയോ ഒക്കെ ആകാൻ പറ്റുമോ എന്നുള്ള ഒരു പരിശ്രമം. കിട്ടിയ ചട്ടി, ഇല്ലെങ്കിൽ ഊട്ടി. ഒന്ന് ശ്രമിച്ചു നോക്കിയാലോ. അതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു എറിഞ്ഞിരിക്കുന്നത്. എന്തായാലും ലീഗിൽ വേറെ കഴിവുള്ള ഒരുത്തനും ഇല്ല എന്ന് ബോധ്യപ്പെടുകയാണ്. എന്തിനും ഏതിനും ബിരിയാണിക്കുട്ടി. ഒരു ബിരിയാണിക്കുട്ടി ഇല്ലെങ്കിൽ വേറെ ആരും ഇല്ല. ലീഗിൽ പിന്നെ പ്രളയമാണ്. ഏത് പദവി വരണോ അത് ബിരിയാണിക്കുട്ടിക്ക് വേണമോ എന്ന് ആദ്യം ചോദിക്കും. എനിക്ക് വേണ്ട എന്ന് ബിരിയാണിക്കുട്ടി പറഞ്ഞാൽ മാത്രമേ അത് ബാക്കിയുള്ള ഏതെങ്കിലും അടിമകൾക്ക് പരിഗണിക്കത്തുള്ളൂ. നിലവിൽ അദ്ദേഹം വേങ്ങര MLA ആണ്. MLA ആയിട്ടിരിക്കുമ്പോൾ ഒരു സുഖമില്ല. സ്റ്റേറ്റ് കാറില്ല. കൊടിവെച്ച കാറിൽ ഇങ്ങനെ എസ്കോട്ടുമായിട്ട് പോകുന്നതെന്നൊക്കെ പറഞ്ഞാൽ എത്ര കാലമായി? 10 വർഷത്തിന് ഇപ്പുറത്തേക്കൊക്കെ ആലോചിക്കുമ്പോൾ അങ്ങനെ ഒരു കാറ് യാത്ര ചെയ്യാൻ പറ്റാത്തതിൻ്റെ വിമ്മിട്ടം പല സന്ദർഭങ്ങളിൽ കാണുന്നുണ്ട്. അപ്പോൾ ഇനി 4ാം തീയതി റിസൾട്ട് വന്നു കഴിഞ്ഞാൽ അടുത്ത ഒരു സ്റ്റേറ്റ് കാറിന് സ്കോപ്പ് ഉള്ളത് ഇന്ത്യ മുന്നണിയാണ്. എങ്കിൽ നേരെ രാജ്യസഭയിലേക്ക് ഒരു ചാട്ടം. ലോക്സഭയിൽ ഇനി മത്സരിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് രാജ്യസഭയെങ്കിൽ രാജ്യസഭയിൽ ഇരുന്ന് നമുക്ക് മന്ത്രിയാകാമല്ലോ. ഒരു കേന്ദ്രമന്ത്രിയായ പുളിക്കോ? ആ ഒരു ഉദ്ദേശശുദ്ധിയിലാണ് ഈ ഒരു നീക്കം നടത്തുന്നതെന്നാണ് ലീഗിനുള്ളിലെ ചില വിമത പക്ഷക്കാരെ, അത് ബിരിയാണിക്കുട്ടി ടീമിന്റെ ഭാഷയിൽ പറഞ്ഞാൽ താപ്പാനകൾ, അവരുടെ ആക്ഷേപമാണ് ഇങ്ങനെ പറയേണ്ടി വന്നത്. ചിലർ വളരെ വ്യക്തമായി ചൂണ്ടിക്കാട്ടി, അതായത് ആയുസ് തീരാറായാലും അധികാര കസേരയോടുള്ള ആക്രാന്തം ആ കുഞ്ഞാപ്പ എന്ന മഹാഭാവിക്ക് തീരില്ലെന്നാണ് അവർ പറഞ്ഞു വെക്കുന്നത്.